ഇനി അടുത്തതായി അഭിഷേകം, നമ്മുടെ മേൽ പകരുന്ന അഭിഷേകം, അത് വാഗ്ദത്തത്തിന്റെ ഒരു അടയാളമാണ്. അത് ചിലപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരും. അതിലുപരിയായി ദൈവത്തിന്റെ വിശുദ്ധന്മാർ നമുക്ക് തന്നിരിക്കുന്ന ദൂതുകൾ, അതൊരു വാഗ്ദത്തമാണ്. പലപ്പോഴും നീ ദുഃഖത്തോടെ, നിരാശയോടെ, മാനസിക സംഘർഷാവസ്ഥയോടെ ഒരു കാലത്തും അതിജീവിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ പ്രാണൻ വ്യാകുലപ്പെട്ട് ദൈവത്തിന്റെ ആലയത്തിൽ വന്നപ്പോൾ നീ ആരെന്നോ എന്തെന്നോ നിന്റെ അവസ്ഥ എന്തെന്നോ അറിയാത്ത വിശുദ്ധന്മാർ ദൂതുകളിൽ കൂടെ നിന്നോട് സംസാരിച്ചില്ലേ? പ്രവചനത്തിൽ നിന്നോട് സംസാരിച്ചില്ലേ? ഞാൻ ചേത്തക്കൽ എന്ന സ്ഥലത്ത് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒരു ദിവസം പ്രഭാതത്തില് സൺഡേ സ്കൂൾ സമയമായപ്പോൾ ഒരു കൊച്ചു പയ്യൻ പൊന്നൂർ സൂട്ടി, ഇപ്പോൾ അവൻ എവിടെയോ എറണാകുളത്ത് ഒരു MBBS ഡോക്ടറാണ്, നമ്മൾ വളരെ കുഞ്ഞാണ്. അവൻ റൂമിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, വസപ്പച്ച, ഒരു അപരിചിതനായ മനുഷ്യൻ വന്നിരിക്കുന്നു, അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു ഞങ്ങളൂടെ പായിട്ടോട്ടെ. അപ്പൊ ഞാൻ ഇറങ്ങി വന്ന് നോക്കി, ഒരു